വെൽക്കം ടു കെംഫുഡ്. 10th നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ഫുൾ സപ്പോർട്ടും ഓഫർ ചെയ്തുകൊണ്ടാണ് കെംഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9th നന്നായി കെമിസ്ട്രി പഠിച്ചില്ല എന്നുള്ള ഒറ്റ ടെൻഷനും വേണ്ട. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാലോ, 10th കെമിസ്ട്രിയിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിന് ഏകദേശം 13 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. പക്ഷേ വളരെ സിമ്പിളാണ്. നമ്മൾ ചിട്ടയായി പഠിക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിക്കുക, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണല്ലേ. അതിന് ആദ്യത്തെ വേർഡ് എന്താ? പീരിയോഡിക് ടേബിൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സ്കെലട്ടൺ വരച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് പീരിയോഡിക് ടേബിൾ? കെമിസ്ട്രിയിൽ ഏകദേശം 118 എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സിനെയൊക്കെ അവരുടെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ, അതാണ് പീരിയോഡിക് ടേബിൾ. അതായത് എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂട്ടത്തിൽ മെറ്റൽസിനെയൊക്കെ ഒരുമിച്ച് ഒരു സൈഡിൽ വയ്ക്കും. കുറേ ഗ്യാസസ് ഉണ്ടെങ്കിൽ അവരെ വേറെ സൈഡിലാക്കും. നോൺ മെറ്റൽസിനെയൊക്കെ ഒരുമിച്ച് വെക്കും. അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ. ഓക്കെ, നിങ്ങൾ 9th ബോർ ആറ്റം മോഡൽ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ എന്താ പറയുന്നത്? ഒരു ആറ്റത്തിൻ്റെ അകത്ത് നടുവിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്താണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആ പെർട്ടിക്കുലർ പാത്തിനെ നമ്മൾ ഷെൽ എന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ നിന്ന് റീകളക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യമായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു നമ്പർ, അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. സോ എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ എൻ ആറ്റം, ഓർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എൻ ആറ്റം. ഈ അറ്റോമിക് നമ്പർ അതാണ് ശരിക്കും ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സ് ഒക്കെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 118 എലമെൻറ്റ്സിനെയും ഇവിടെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്പർ 1, ഫസ്റ്റ് എലമെൻറ്റ്, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള എലമെൻറ്റ്. അത് ഈ ചെറിയ സ്ക്വയേഴ്സിൽ എവിടെയാണ് വരിക? ഇവിടെയാണ് കേട്ടോ. ഇനി 1 ഇവിടെയാണെങ്കിൽ അടുത്ത എലമെൻറ്റ് നേരെ താഴെ ഇങ്ങനെ കോളം വൈസ് അല്ല പോകുന്നത്. ഇതേ റോയിലുള്ള അടുത്ത കുഞ്ഞ് സ്ക്വയറിലേക്കാണ് രണ്ടാമത്തെ എലമെൻറ്റ് പോകുന്നത്. ഓക്കെ, ഇനി തേർഡ് എലമെൻറ്റ് അതിൻ്റെ നേരെ താഴെയല്ല വരിക, ഇവിടെയാണ്. ഓക്കെ, നമുക്കങ്ങനെ 10 വരെയുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 10 എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ. അപ്പോൾ ഏതായാലും കെമിസ്ട്രി പഠിക്കല്ലേ, നമുക്ക് ഈ 10 എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതായത് ഹൈഡ്രജൻ്റെ അകത്ത് ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്നാണ് മീനിങ്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ H എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു ചെറിയ കോളത്തിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കെമിക്കൽ സിമ്പിൾസ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സെക്കൻഡ് എലമെൻറ്റ് ഹീലിയമാണ്. He എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയത്തിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് അല്ലേ. അതുകൊണ്ടാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആയത്. ഫൈൻ. തേർഡ് എലമെൻറ്റ് ലിത്തിയം, Li എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫോർത്ത് ബെറിലിയം, Be. ഫിഫ്ത്ത് ബോറോൺ, B. ആൻഡ് സിക്സ്ത് കാർബൺ, C. സെവൻത്ത് നൈട്രജൻ, N. എയ്ത്ത് ഓക്സിജൻ, O. ആൻഡ് നയൻത്ത് ഫ്ലൂറിൻ, F. ആൻഡ് 10th ഇസ് നിയോൺ, Ne എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 10th നിയോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 10 ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ 10 പ്രോട്ടോൺസ് ഉണ്ട്. അതും അല്ലെങ്കിൽ 10 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രോട്ടോൺസിനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇപ്പം തന്നെ അങ്ങ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ കുറേ വരികളുണ്ടല്ലേ, കുറേ റോസ്. അങ്ങനെ എത്ര റോസ് ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് റോ. നോക്കിയൊക്കെ, ആകെ 2 എലമെൻറ്റ്സ് മാത്രമുള്ളതാണ് ഫസ്റ്റ് റോ. ദിസ് ഇസ് സെക്കൻഡ് റോ. എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആകെ 8 എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ആകെ 7 റോസ് ആണുള്ളത്. ഈ പീരിയോഡിക് ടേബിളിലുള്ള റോസിനെ നമ്മൾ പീരിയഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണിത്, പീരിയഡ്സ്. എത്ര പീരിയഡ്സ് ആണ് ഈ ഒരു പീരിയോഡിക് ടേബിളിലുള്ളത്? 7 പീരിയഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം, താഴെ വരച്ചിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ഈ 2 റോസിനെ എന്താണ് നമ്മൾ പീരിയഡായിട്ട് കൺസിഡർ ചെയ്യാത്തതെന്ന്. ഇതിലെ ആദ്യത്തെ ഈ റോ ഇത് 6th പീരിയഡിലുള്ള ഈ പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്, ലന്താനം എന്നാണ് പേര്. ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് ഈ ഒരു റോയിൽ വരുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 6th പീരിയഡിൽ വരുന്ന ആളാണെന്ന് നമുക്ക് പറയാലോ. ഇതൊരു സെപ്പറേറ്റ് പീരീഡ് അല്ല, ഇത് 6th പീരിയഡിൽ വരുന്ന റോയാണ്. ഇനി 7th ഈ ഒരു പൊസിഷനിൽ വരുന്നത് ആക്ടീനിയം എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ്. ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് 2 റോസായി എഴുതിയിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പതുക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ റോ 7th പീരിയഡിൽ വരുന്ന റോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ പീരിയഡ്സ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി ഈ ഒരു പീരിയോഡിക് ടേബിളിൽ കുത്തനെ കുറേ കോളംസ് ഉണ്ടല്ലേ. ആകെ 18 കോളംസ് ആണുള്ളത്. ഈ കോളംസിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഗ്രൂപ്പ്സ്. ഇതൊക്കെ നിങ്ങൾ 9th പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ വീഡിയോയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ്. ഓക്കെ, ഇങ്ങനെ കുത്തനെയുള്ളതിനെയാണ് പറയുന്നത് ഗ്രൂപ്പ്സ് എന്ന്. ഓക്കെ, ടോട്ടൽ 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇൻ എ പീരിയോഡിക് ടേബിൾ ഈസ് ഈക്വൽ ടു 18. അതുകൂടാതെ ഈ ഗ്രൂപ്പ്സിനെയൊക്കെ കുറേ കളക്ഷൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ബ്ലോക്സ് എന്ന പേര് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ 2 ഗ്രൂപ്പ്സിനെ കമ്പൈൻ ചെയ്തിട്ട് എസ് ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എസ് ബ്ലോക്ക്. ഇവിടെ 13 to 18 ഗ്രൂപ്പ്സ്, 6 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇതിന് പി ബ്ലോക്ക് എന്ന് വിളിക്കും, പി ബ്ലോക്ക്. ഓക്കെ, 3 to 12 വരുന്ന ഗ്രൂപ്പ്സിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി താഴെ സെപ്പറേറ്റ് എഴുതിയ 2 റോസ് എഫ് ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ എത്ര ബ്ലോക്സ് പ്രസൻ്റ് ആണ്? 4 ബ്ലോക്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണത്? എസ്, പി, ഡി, എഫ്. ഈ എസ്, പി, ഡി, എഫ് എന്നൊക്കെ എങ്ങനെയാണ് പേര് വരുന്നതെന്ന് ഉള്ള കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഓക്കെ, പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. 9th നിങ്ങൾ ബോർ ആറ്റം മോഡൽ പ്രകാരം
ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ബട്ട് നമുക്ക് ബോർ ആറ്റം മോഡലും അത് വെച്ചിട്ടുള്ള ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എങ്ങനെ എഴുതാമെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, ബോർ ആറ്റം മോഡൽ പ്രകാരം ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ്, ചാർജ്ലെസ് ന്യൂട്രോൺസ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിവോൾവ് ചെയ്യുന്ന സർക്കുലാർ പാത്തുകളെ ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറേ ഷെൽസ് ഉണ്ട്. ഈ ഷെൽസൊക്കെ ശരിക്കും എനർജി ലെവൽസാണ്. ഇവിടെ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെ നമുക്ക് ഷെൽ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ആ ഷെല്ലിൻ്റെ പേര് കെ ഷെൽ എന്നാണ്. രണ്ടാമത്തെ ഷെൽ ഇതാണ്, ഷെല്ലിൻ്റെ നമ്പർ 2 ആണ്, അതിൻ്റെ പേര് എൽ എന്നാണ്. ഓക്കെ, തേർഡ് ഷെൽ എം ആൻഡ് ഫോർത്ത് ഷെൽ ഈസ് എൻ. അപ്പോൾ ഇവരുടെ എനർജി കൂടി വരുന്ന ക്രമം എങ്ങനെയായിരിക്കും? കെയ്ക്കായിരിക്കും ഏറ്റവും എനർജി കുറവില്ല, ദെൻ എൽ, എം ഏറ്റവും കൂടുതൽ എന്നിനായിരിക്കും. ഓക്കെ, അതായത് കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ അടുത്തായതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി വളരെ കുറവായിരിക്കും. ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ്, ഇലക്ട്രോൺസിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയല്ലോ ദൂരെ ദൂരെ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോൺസിൻ്റെ എനർജിയും കൂടിക്കൂടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലൊരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എന്താ പറയുന്നത്? എസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ഡിക്രീസസ് ആൻഡ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ എന്നിലൊക്കെ വരുന്ന ഇലക്ട്രോൺസിന് ഹൈ എനർജി ആയിരിക്കും, ബട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ബി വെരി ലെസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടാവും, കെ ഷെല്ലിൽ കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ് 2 ആണല്ലേ. മാക്സിമം 2 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാം. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസിനെ ഇൻക്ലൂഡ് ചെയ്യാം. എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസിനെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് എൻ ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോൺസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇലക്ട്രോൺസ് ഈ ഒരു ഷെൽസിൽ വന്ന് ഫില്ല് ചെയ്യുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. ഓക്കെ, ആദ്യം തന്നെ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ഫോർത്ത് ഷെല്ലിലേക്കല്ല ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുക അല്ലേ. ആദ്യം ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള എനർജി കുറഞ്ഞ കെ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരിക. ഇത് ഫുള്ളി ഫിൽഡ് ആയതിനു ശേഷമായിരിക്കും തൊട്ടടുത്ത ഷെല്ലിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു ഷെല്ലും സെക്കൻഡ് ഷെല്ലും ഫുള്ളി ഫിൽഡ് ആയാലും മാത്രമേ തേർഡ് ഷെല്ലിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെൽ വൈസ് എങ്ങനെ വരുന്നതെന്നുള്ളതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ലിഥിയത്തിൻ്റെത് പറയാം. 3 ആണ് അറ്റോമിക് നമ്പർ. എന്തായിരിക്കും അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അത് 2 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് നേരെ എൽ ഷെല്ലിലേക്ക് പോകും. സോ 2,1 വിൽ ബി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അടുത്തത് സോഡിയം. സോഡിയത്തിന് എൻ എന്നായിരുന്നു സിമ്പൽ. 11 ആണ് അറ്റോമിക് നമ്പർ. എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെയാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ബാക്കി 9 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 9ൻ്റെ അകത്ത് 8 ഇലക്ട്രോൺസിനെ നമുക്ക് എൽ ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി 1 ഇലക്ട്രോൺ അത് എം ഷെല്ലിലേക്ക് പോകും. ഫൈൻ. അടുത്തത് ആർഗൺ. 18 ആണ് അറ്റോമിക് നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി നോക്കാവുന്നതാണ്. 2 കെ ഷെല്ലിൽ, 8 എൽ ഷെല്ലിൽ, 2 + 8 10 ആയി. ഇനി 8 ഇലക്ട്രോൺസ് കൂടെ വേണം, അത് എം ഷെല്ലിലേക്ക് പോകും. സോ 2, 8, 8 എന്നായിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഇനി അടുത്ത ആൾ കെ, പൊട്ടാസ്യം ആണ് കേട്ടോ. ആ കെയും ഈ കെയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് പൊട്ടാസ്യത്തിൻ്റെ സിമ്പലാണ്. കെ 19 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ. എന്തായിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിലേക്ക് പോയി, 8 ഇലക്ട്രോൺ
എൽ ഷെല്ലിലേക്ക് പോയി ബാക്കി 9 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 9 ഇലക്ട്രോൺസിനെയും എം ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. 18 ഇലക്ട്രോൺസ് ആണ് എമ്മിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ 2, 8, 9 എന്ന് എഴുതാം. ഓക്കെ, ബട്ട് ഇതൊരു റോങ് കോൺഫിഗറേഷനാണ്. പൊട്ടാസ്യത്തിൻ്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 8, 1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നപ്പോഴാണ് ബോർ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ സയൻറ്റിസ്റ്റ് പിന്നെയും അറ്റോമിക് സ്ട്രക്ചറിൽ സ്റ്റഡീസ് നടത്തി. അങ്ങനെ ഒരു കാര്യം കണ്ടെത്തി. എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെല്ലുകളിലേക്കൂടെ ഫ്രീ ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഈ ഓരോ എനർജി ലെവൽസിൻ്റെ ഉള്ളിലും സബ് എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, സബ് ഷെല്ലുകൾ എന്ന് വിളിക്കും. ഈ സബ് ഷെല്ലിൻ്റെ അകത്താണ് ഇലക്ട്രോൺസ് ഉള്ളത്. സബ് ഷെൽ വൈസ് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നുള്ള കാര്യം പഠിക്കണം. ആ കാര്യം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. K, L, M, N ഇങ്ങനെ മെയിൻ എനർജി ലെവൽസ് ഉണ്ട് അല്ലേ. ഈ മെയിൻ എനർജി ലെവൽസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമുകളുണ്ട്. ആ റൂംസിൻ്റെ അകത്താണ് ഇലക്ട്രോൺസിനെ കാണുന്നത്. ഓക്കെ, ഈ റൂംസ് എവിടെയാണോ ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ളത് ആ റൂംസിനെയാണ് സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൂംസ് എന്ന് പറയുമ്പോൾ ആകെ 4 ടൈപ്പ് റൂംസാണുള്ളത്. നമുക്ക് നോക്കാം അത് എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ കെ ഷെല്ല് ന്യൂക്ലിയസിനടുത്തുള്ള ഒരു ചെറിയ ഷെല്ലാണല്ലേ. ഇതിൻ്റെ അകത്ത് ആകെ ഒരു ടൈപ്പ് റൂം മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതിനെ നമ്മൾ എസ് എന്ന് വിളിച്ചു. ഓക്കെ, എസ് എന്ന് പറയുന്ന റൂം ഒരു ചെറിയ റൂമാണ് കേട്ടോ. അതിലാകെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഷെൽ നമ്പർ 1 ആയിട്ടുള്ള കെയിൽ ഒരു റൂം മാത്രമേ പോസിബിൾ ഉള്ളൂ. ദാറ്റ് ഈസ് ഒരു സബ് ഷെല്ല് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് എസ് സബ് ഷെൽ. അതിൽ ആകെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി ഷെൽ നമ്പർ 2 ആയിട്ടുള്ള എല്ലിൽ 2 ടൈപ്സ് റൂംസ് പോസിബിൾ ആണ്. ഒന്ന് എസ് എന്ന് പറയുന്നൊരു റൂം, രണ്ടാമത്തത് പി എന്ന് പറയുന്നൊരു റൂം. അപ്പോൾ എസിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ പി. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാമെങ്കിൽ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എം എന്ന് പറയുന്ന ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 3 ആണല്ലോ. സോ ഇവിടെ 3 ടൈപ്സ് ഓഫ് റൂംസ് പോസിബിളാണ്. ഒന്നാമത്തത് എസ്, രണ്ടാമത്തത് പി, മൂന്നാമത്തത് ഒരു ഡിഫറെൻറ്റ് റൂമാണ്. അത് പിയേക്കാളും വലുതാണ്. നമ്മളതിനെ ഡി എന്ന് വിളിച്ചു. ഓക്കെ, എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്. ഇനി ഡി മാക്സിമം 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്നിൽ ഷെൽ നമ്പർ 4 ആണല്ലേ. അപ്പോൾ എത്ര ടൈപ്സ് റൂംസ് പോസിബിൾ ആയിരിക്കും? 4 ടൈപ്സ് റൂംസ് പോസിബിളാണ്. ആദ്യത്തെ 3 സെയിം തന്നെ, എസ്, പി, ഡി. നാലാമത്തത് എഫ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു വലിയ റൂം. അപ്പോൾ എസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ആൻഡ് എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺസ് പോസിബിളാണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ റൂംസിലും, അതായത് ഓരോ സബ് ഷെല്ലുകളിലും മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, എന്ത്, എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യിക്കാമെന്ന്. നിങ്ങൾക്കിപ്പോൾ ഓരോ സബ് ഷെല്ലിലും എത്ര വീതം ഇലക്ട്രോൺസിനെ മാക്സിമം പറ്റും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മാക്സിമം 10 ആണല്ലേ. അതിന് താഴെ വരുന്ന എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും 9, 8, 6, 7 ഇങ്ങനെ എത്ര വേണമെങ്കിലും ഡിയിൽ കൊള്ളിക്കാം. അതേപോലെ ഓരോ സബ് ഷെല്ലിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ നോക്കുക, എല്ലാ ഷെല്ലുകളിലും കോമൺ ആയിട്ട് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഇത് ഏത് ഷെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ റൂമാണെന്നുള്ള കാര്യം? നമുക്ക് ഈ പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എല്ലാ സബ് ഷെല്ലിൻ്റെ കൂടെയും അതിരിക്കുന്ന ഷെല്ലിൻ്റെ ഷെൽ നമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇവിടെ കെയിലുള്ള എസിനെ നമ്മൾ 1s എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ എല്ലിലുള്ളതിന് 2s. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിക്ക് എന്ത് വേണം? 2p എന്ന് എഴുതണം അല്ലേ. തേർഡ് ഷെല്ലിലുള്ള സബ് ഷെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കണം? 3s, 3p, 3d. അങ്ങനെയാണെങ്കിൽ ഫോർത്തിലുള്ള, അതായത് n എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്തുള്ള ഇത്രയും സബ് ഷെല്ലുകളെ നമ്മൾ എങ്ങനെയാണ് പേര് വിളിക്കാം? 4s, 4p, 4d ആൻഡ് 4f. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ലിത്തിയത്തിൻ്റെ കേസിൽ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? 1s ആണല്ലേ. ആദ്യത്തെ ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസിന് ഇരുത്താൻ വേണ്ടി പറ്റും. സോ 1s2. അത് കഴിഞ്ഞിട്ട് വരുന്നത് 2s ആണ്. 2sൽ മാക്സിമം 2 ഇലക്ട്രോൺസിന് ഇരുത്താം, ബട്ട് നമുക്കിവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ. 2s1 എന്ന് എഴുതും. ഓക്കെ, അതായത് 1s2 ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ഈ 1 എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. എസ് എന്ന് പറയുന്നത് ഏതാണ്? സബ് ഷെൽ, അതിനെയാണ് SPDF, ഇങ്ങനെ ഏതും ആവാം. ഇവിടെയാണ് നമ്മൾ അതിലിരുത്തുന്ന ഇലക്ട്രോൺസിന് പവർ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ 2s1 ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1s ആണ് ആദ്യത്തെ ഓർബിറ്റൽ, 1s2 2 ഇലക്ട്രോൺ മാക്സിമം എഴുതി. ഓക്കെ, രണ്ടാമത്തത് 2s ആണ്. സോ 2s മാക്സിമം 2 ഇലക്ട്രോൺസിന് ഇരുത്താം. അടുത്തത് 2p ആണല്ലേ. 2p മാക്സിമം 6 ഇലക്ട്രോൺസിന് ഇരുത്താം. ഏഡ് ചെയ്ത് നോക്കുക പവേഴ്സൊക്കെ. ഈ പവേഴ്സായിട്ട് വരുന്നതാണ് ഇലക്ട്രോൺസ്. സോ 2 + 2 + 6 എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺസ് ആയി. ഇനി വരുന്നത് ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, അത് നമ്മൾ 3sലേക്കാണ് ആഡ് ചെയ്യുന്നത്. സോ 3s1. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1s2, 2s2, 2p6, 3s2. ഓക്കെ, ദെൻ ലാസ്റ്റ് 6 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അത് 3pയിലേക്ക് പോയി. 3p6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ 19 അറ്റോമിക് നമ്പറുള്ള പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ആ കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആദ്യം പറഞ്ഞ 10 എലമെൻസും അറ്റോമിക് നമ്പറും കെമിക്കൽ സിമ്പിൾസും തീർച്ചയായും പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെംഹുഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഓക്കെ.